എല്ലാവരും എന്നോട് പതിവായി ചോദിക്കുന്ന കാര്യമാണ് ഞാൻ ഏത് ക്യാമറ ഉപയോഗിച്ചാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, എനിക്ക് എങ്ങനെയാണ് ഈ ഡ്രോൺ എഫക്റ്റ് ഒക്കെ കിട്ടുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റിയുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഗോപ്രോ എന്ന ട്രെൻഡിങ് ബ്രാൻഡിനെ വെല്ലുന്ന തരത്തിലുള്ള ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഏത് ആംഗിളിലും സർവ്വതും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു 8K ആക്ഷൻ ക്യാമറയുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതാണ് ഇൻസ്റ്റാ 360 X4. ഇൻസ്റ്റ എന്ന ബ്രാൻഡ് പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന ക്യാമറയാണ് ഇൻസ്റ്റാ 360 X4. ഈ ക്യാമറയുടെ മുന്നിലും പിന്നിലുമായി 180 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള രണ്ട് ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഈ രണ്ട് 180 വിഷ്വലുകളെ കൂട്ടിച്ചേർത്ത് 360 ഡിഗ്രിയിലുള്ള ഒരു ഔട്ട്പുട്ട് തരികയാണ് ഈ ക്യാമറയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ 120 സെൻറ്റിമീറ്ററിലുള്ള ഒരു സെൽഫി സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ക്യാമറ ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു പോയിന്റിലേക്ക് ഫോക്കസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ആംഗിളിലേക്ക് പിടിച്ചാലും ഈ ഒരു ക്യാമറ 360 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് ഈ 360 ഡിഗ്രി ഫയലിനെ മൊബൈലിലെയോ കമ്പ്യൂട്ടറിലെയോ ഇൻസ്റ്റ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വേണ്ട രീതിയിൽ റീഫ്രെയിം ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 180 ഡിഗ്രിയിലെ രണ്ട് വിഷ്വൽസ് മെർജ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ നടുവിൽ വരുന്ന ഈ സ്റ്റിക്ക് വീഡിയോയിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഇതൊരു ഇൻവിസിബിൾ സ്റ്റിക്കായിട്ട് ആക്ട് ചെയ്യും. സോളോ ട്രാവൽ വ്ളോഗുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ക്യാമറയാണിത്. ഈ ക്യാമറ ഇങ്ങനെ സ്റ്റിക്ക് ഉപയോഗിച്ച് മുമ്പിലേക്കും സൈഡുകളിലേക്കും ബാക്കിലേക്കും ഒക്കെ പിടിക്കുന്നതനുസരിച്ച് നമ്മുടെ വീഡിയോയുടെ ഔട്ട്പുട്ടിൽ അതിനനുസരിച്ചുള്ള നല്ല നല്ല ഷോട്ടുകൾ കിട്ടുന്നതാണ്. ഈ ഒരു ക്യാമറ ഉപയോഗിച്ച് നമുക്ക് മാക്സിമം 8K റെസൊല്യൂഷനിൽ 30 ഫ്രെയിം പെർ സെക്കൻഡിലും 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലും വീഡിയോ എടുക്കാം. ഇൻസ്റ്റയുടെ തൊട്ട് മുമ്പത്തെ മോഡലായ X3യേക്കാൾ കുറച്ചുകൂടെ വലിയ സെൻസറാണ് ഈ ക്യാമറയിൽ കൊടുത്തിരിക്കുന്നത്. X3യേക്കാൾ കുറച്ചുകൂടെ വലിയ ഡിസ്പ്ലേയും കൂടുതൽ ബാറ്ററി കപ്പാസിറ്റിയും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാ 360 X3യെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ റിമൂവബിൾ ലെൻസ് ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും സ്ക്രാച്ച് ഒക്കെ വീണ് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്ത് വേറെ പുതിയത് വെക്കാം. റെയിനി ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ലെൻസ് ക്യാപ്പിനുള്ളിൽ ഫോഗ് കയറി കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. ഈ ഒരു 180 ഡിഗ്രി മാത്രമല്ല, ഗോപ്രോയിലൊക്കെ വീഡിയോ എടുക്കുന്ന പോലെ തന്നെ സിംഗിൾ ലെൻസ് വീഡിയോയും ഇതിലെടുക്കാൻ സാധിക്കും. മാത്രമല്ല ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോ എടുക്കാം. 18 MBയിലും 72 MBയിലും നമുക്ക് ഇതിനകത്ത് ഫോട്ടോസ് എടുക്കാം. എടുക്കുന്ന ഫോട്ടോസ് ഇതിലെ ഗാലറിയിൽ തന്നെ പോയി നമുക്ക് കാണാനും പറ്റും. മറ്റുള്ള ആക്ഷൻ ക്യാമറകളെ അപേക്ഷിച്ച് ഇതിൻ്റെ ഒരു പോരായ്മ എന്തെന്നാൽ ഇതിൻ്റെ എഡിറ്റിംഗ് എന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. 2290 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ക്യാമറയിൽ നമുക്ക് 5.7Kയിൽ 2 മണിക്കൂറോളം വീഡിയോ എടുക്കാൻ സാധിക്കും. ഇതൊരു ടൈപ്പ് C ചാർജിങ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മൊബൈലിൻ്റെ ചാർജർ കൊണ്ട് തന്നെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള സിനിമാറ്റിക് ഷോട്ടുകളും ഡ്രോൺ ഷോട്ടുകളൊക്കെ നമുക്ക് ഇതിനകത്ത് എടുക്കാം. $50,000 to $55,000 ഈ ക്യാമറ ആമസോണിൽ ലഭ്യമാണ്. ഈ സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് എക്സ്ട്രാ ഒരു $2,500 കൂടെ ആവും. ടൈം ഷിഫ്റ്റ്, ടൈം ലാപ്സ് തുടങ്ങിയ ഫീച്ചേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതിൽ ഉപയോഗിക്കുന്നത് 512 GB സാൻഡിസ്കിൻ്റെ ഹൈ സ്പീഡ് മെമ്മറി കാർഡാണ്. നോർമൽ മെമ്മറി കാർഡ് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ 4K 8K വീഡിയോ ഒക്കെ സേവ് ആവണമെന്നുണ്ടെങ്കിൽ ഹൈ സ്പീഡ് മെമ്മറി കാർഡ് തന്നെ ആവശ്യമാണ്. ഇതൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ക്യാമറയാണ്. അണ്ടർ വാട്ടർ ഷൂട്ടൊക്കെ ഈ ക്യാമറയിൽ നമുക്ക് എടുക്കാം. അണ്ടർ വാട്ടർ വീഡിയോസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ചാർജിങ് പോർട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. സൈനിങ് ഓഫ് പവ്യാനന്ദ് ഫ്രം ഹൈ റേഞ്ച് ഡയറീസ്.